പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ട് നൂൽപുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ചില ആളുകൾ നൂൽപുട്ട്, ചിലവർ ഇടിയപ്പം എന്നൊക്കെ പറയും. ഒരുപാട് പേര് പറയാറുണ്ട് മാവ് കുഴയ്ക്കുമ്പോൾ കറക്റ്റായി കിട്ടാറില്ല, നൂൽപുട്ട് ശരിയായി വരാറില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. കുറച്ച് ടിപ്സൊക്കെ ഫോളോ ചെയ്താൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിതൊരു പാത്രത്തിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതാ മാവ് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പിലേക്ക് കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ടിപ്പ് പറയാം. നമ്മുടെ ഇടിയപ്പത്തിന് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒരിക്കലും വെട്ടി തിളക്കരുത്. ഇതുപോലെ ചെറിയ ചെറിയ കുമിളകൾ വരുമല്ലോ, അത്രയൊരു ചൂടേ പാടുള്ളൂ. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഇടിയപ്പത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെട്ടി തിളച്ച വെള്ളം കൊണ്ട് ഇടിയപ്പത്തിനുള്ള മാവ് കുഴച്ചെടുക്കുമ്പോൾ മാവ് പെട്ടെന്ന് വെന്ത് ഡ്രൈ ആയി. അപ്പോൾ നമുക്ക് പിഴിഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇടിയപ്പം അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമല്ല. ഇനി ഇതാ ചൂടാക്കി ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് മാറ്റി വെച്ചിരുന്ന വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുത്താൽ മതി. മാവിത ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം പിന്നെ നമ്മൾ കൈവച്ചത് ഉടനെ തന്നെ കുഴച്ചെടുക്കരുത്, ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ചെറു ചൂടിൽ കടന്ന് മാവൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അതിനുശേഷം നമുക്കിത് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് മറ്റൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല പോലെ തന്നെ കുഴച്ചെടുക്കാനും പറ്റും. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. ഒരു 10 മിനിറ്റ് മൂടി വെച്ചാൽ മതി കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ മാവ് നല്ല പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ചെറുതായിട്ടൊരു ലൂസായിട്ടുള്ള മാവായിട്ടാണ് നമുക്കിത് വേണ്ടത്. ഒരുപാട് ഡ്രൈ ആയി പോവരുത്. കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരിവുണ്ടല്ലോ, ആ ഒരു രീതിയിലുള്ള മാവായിട്ടാണ് നമുക്കിത് വേണ്ടത്. ഇപ്പോൾ ആ മാവ് ഞാൻ നല്ലപോലെ തന്നെ സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്ത ആ ഒരു വെള്ളം തന്നെ പാകമായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് ഇതുപോലെ നീളത്തിലൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇടിയപ്പം അച്ചിലിട്ട് കൊടുക്കാൻ പാകത്തിനുള്ള ആ ഒരു വലുപ്പത്തിലുള്ള മാവാക്കി എടുത്താൽ മതി. അതിനുശേഷം അച്ചിലേക്കും ചില്ലിലേക്കും കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്ത് മാവതിലേക്ക് ഇട്ട് അടച്ച് നമുക്കിതുപോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ വാഴയിലയിലേക്കാണ് പിഴിഞ്ഞു കൊടുക്കുന്നത്. ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ കൈയൊന്നും വേദനിക്കാതെ തന്നെ നമുക്ക് മാവ് പിഴിഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ചില ആളുകൾക്ക് തേങ്ങയൊക്കെ ചേർത്ത് ഇടിയപ്പം കഴിക്കാനായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഇതുപോലെ നമുക്ക് തേങ്ങയൊക്കെ ചേർത്ത് അതിൻ്റെ മുകളിലേക്ക് മാവ് പിഴിഞ്ഞു കൊടുക്കാം. വാഴയിലേക്കല്ല, മാവ് പിഴിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഞാനിതാ ഇഡലി ചെമ്പിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്ത വാഴയിലെല്ലാം വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് ആവി കയറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് മാത്രം ആവി കയറ്റി എടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇടിയപ്പം വെന്ത് കിട്ടും. ഒരുപാട് സമയം ആവി കയറ്റി കഴിഞ്ഞാൽ ഇടിയപ്പം പെട്ടെന്ന് ഹാർഡായി പോകും. അപ്പോൾ അതായത് ഒരു 3 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ ഇടിയപ്പമൊക്കെ ഇതാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് വാഴയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയൊരു ടിപ്സുകളൊക്കെ തന്നെ ഫോളോ ചെയ്താൽ മതി. നമുക്ക് അടിപൊളിയായിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടോ, അത്രയും എളുപ്പമാണ്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇടിയപ്പം കിട്ടിയിട്ടുണ്ട്. ഇത് രാവിലെ ചുട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞാലും ആ ഒരു സോഫ്റ്റ്നെസ് പോവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഇടിയപ്പം ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തേങ്ങാപ്പാലിലേക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് നമുക്കിത് ഇടിയപ്പത്തിലേക്ക് ഒഴിച്ച് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്.
പിന്നെ കറി കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.